അല്ല, എപ്പോഴും ഈ ചർച്ചകളിലൊക്കെ ഈ ധൂർത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടൽ വന്നു, കാര്യം മാറിയോടുകൂടി അതിൻ്റെ ആ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് വേഗം UDF നേതാക്കൾ ക്ലബ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏതാണെന്നറിയോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. KSRTCയുടെ അവസ്ഥ നോക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നേരത്തെ പറയുന്ന അവസ്ഥ ഇപ്പോഴും പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. KSRTCയുടെ അവസ്ഥ ഒരു അച്ചടക്കമില്ലാത്ത മാനേജ്മെൻറ്റ് ഏത് സ്ഥാപനത്തെ നശിപ്പിക്കും. കാലാകാലങ്ങളിൽ യാതൊരു അച്ചടക്കമില്ലാതെ മാനേജ് ചെയ്തതിൻ്റെ ഫലമാണ് ഒരു അതിനൊരു എന്താ പറയുക, ഒരു മാനേജ്മെൻറ്റിന് ഒരു ലക്ഷ്യം വേണം, ഒരു ലീഡർ വേണം. അപ്പോൾ അങ്ങനെ പോവാണ്. ഇപ്പം തന്നെ ഈ ഗവൺമെൻറ് വന്ന ശേഷം മുഖ്യമന്ത്രി എന്നോട് മന്ത്രിയായതിനു ശേഷം പറഞ്ഞ് അഴിമതി ഇല്ലാതെയാക്കി ക്ലീനാക്കി എടുക്കണം, ജീവനക്കാരെ ശമ്പളം ഒറ്റയടിക്ക് കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അത് വാക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ചുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട്. KSRTCയുടെ മുഖച്ഛായ മാറും. നമ്മളെന്താ ഒരു ബിസിനസ്സായി കൂടി ഇതിനെ കാണണം, ഇതൊരു ബിസിനസ്സായി കാണണം. പിന്നെ മാത്രമല്ല പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരാം, ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഒഴിവാക്കിക്കൊണ്ട് പൊതുഗതാഗതം KSRTC അടക്കം പ്രൈവറ്റ് ബസ് അടക്കം പൊതുഗതാഗതത്തിലേക്ക് ആളുകൾ വളരെ പെട്ടെന്ന്, നമ്മൾ കണ്ടല്ലോ സർക്കാർ സ്കൂളുകളിലേക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ചേഞ്ച് ചെയ്തില്ല, അതുപോലെ സ്വന്തം വണ്ടി വീട്ടിൽ വെച്ചിട്ട് പൊതുഗതാഗതമായ KSRTCയും പ്രൈവറ്റ് ബസ്സിനെയും ആശ്രയിക്കാവുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും. മീൻസ് ഒരു വലിയ അഷുറൻസ് ആണ്, ഒരു ഉറപ്പാണ് നൽകുന്നത്. ഏറ്റവും നല്ല യാത്രാ സൗകര്യം, ഏറ്റവും സുഖകരമായ യാത്രാ സൗകര്യം അത് നൽകാൻ കഴിയണം. ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കത് പ്രതീക്ഷിക്കാനാകും? മന്ത്രിയുടെ ഒരു സ്വപ്നം മാത്രമാകാം, മന്ത്രിയുടെ ആഗ്രഹം മാത്രമാകാം എന്ന് വേണമെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നാം. ഞാൻ അതിനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ട്, കാണാതെ പറയില്ല. ഞാൻ ഒരു കാര്യവും കാണാതെ പറയില്ല. ഞാൻ ആ വഴികളെക്കുറിച്ച് മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എനിക്ക് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്, ധനകാര്യമന്ത്രി അക്കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ആലോചനയ്ക്ക് ശേഷമാണ് ചെയ്യുന്നത്. കൂടി ആലോചിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ്. ആധുനിക കാലത്തിനനുസരിച്ചുമായ പരമാവധി ലക്ഷറി ബസ്സുകളിൽ നൽകുക എന്നുള്ളതാണ്. ബസ് സ്റ്റേഷനുകളിൽ എല്ലാ സൗകര്യവും നൽകുക. അപ്പം ഫെസിലിറ്റി കൊടുക്കുമ്പോൾ ആളുകൾ ഇതിലേക്ക് വരും. നമ്മളെ മുഷിപ്പിക്കുന്ന യാത്രകൾക്കപ്പുറം നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന യാത്രകളാക്കി യാത്രയെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പണം മുടക്കാൻ ജനങ്ങൾ തയ്യാറാണ്, പക്ഷേ അവർക്ക് സൗകര്യങ്ങൾ വേണം എന്നുള്ളതാണ്. KSRTCയെ മാറ്റുന്നതും അത്തരത്തിൽ തന്നെയായിരിക്കും. പണം മുടക്കാൻ ആളുകൾ തയ്യാറാണ്, കൂടുതൽ പൈസ പിടുങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആ പൈസയ്ക്ക് ഉള്ള മൂല്യം, ആ പൈസ ചിലവാക്കുന്ന പൈസയേക്കാൾ മൂല്യം എന്തായാലും KSRTCയിൽ നിന്ന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ KSRTC സ്വന്തം കാലിലേക്ക് വരും. മന്ത്രി എന്നുള്ളത് മാറിയിക്കട്ടെ, ഈ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇനി മുന്നോട്ടുള്ള നമ്മുടെ കാലത്ത് പ്രൈവറ്റ് ബസ്സാകട്ടെ KSRTC ബസ്സാകട്ടെ, ചൂട് കൂടി ഓരോ കാലവും വരുന്ന കാലത്ത് AC അല്ലാത്ത ബസ്സുകൾ തന്നെ നിരത്തിൽ നിന്ന് മാറുന്ന, ഇപ്പം മറ്റു വാഹനങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിട്ടുണ്ട്, ചെറിയ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്നവരുമില്ല AC ഇല്ലാത്ത എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബസ് വ്യവസായം മാറാൻ പോകുന്നു എന്നാണോ കാണുന്നത്? തീർച്ചയായിട്ടും KSRTC മാത്രമല്ല, പ്രൈവറ്റ് ബസ്സും അതിലേക്ക് വരും. KSRTC പോകുന്നതോടുകൂടി പ്രൈവറ്റ് ബസ്സും അതിലേക്ക് വരും. തിരുവനന്തപുരം ഒരു വണ്ടി കോഴിക്കോട് പോകാൻ 41 സീറ്റും ഫുള്ളാണെങ്കിൽ വണ്ടി എവിടെയും നിർത്തണ്ടാവുന്നതാണ്. ഒരു ഡിപ്പോയിൽ നിർത്താതെ എവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തും എന്നുള്ളത് വെച്ചാൽ ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ബാക്കി കാര്യങ്ങൾ വണ്ടി നിർത്താതെ പോകുക. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്വന്തം കാറെടുത്ത് പോകുന്നതിനേക്കാൾ സൗകര്യപ്രദമായി കോഴിക്കോട് പോയി ഇറങ്ങാം.